കേരളത്തിൽ കാട്ടറബി നിയമങ്ങൾ വീണ്ടും. മുസ്ലിം ലീഗ് അധികാരത്തിലെത്തിയതോടെ ഏതാണ്ട് 10 വർഷം നിശബ്ദമായിരുന്ന കാട്ടറബി മനസ്സുള്ളവർ ഇതാ കേരളത്തിന്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് നിന്ന് വെല്ലുവിളിക്കുകയാണ് നമ്മുടെ മതേതര പാരമ്പര്യത്തെ. കേരളത്തിന് മതേതരമായിട്ടുള്ള വലിയ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ വെല്ലുവിളിക്കുകയാണ് ഒരു സംഘം കാട്ടറബി മനസ്ഥിതി ഉള്ളവർ. എന്താണ് ഇതിന് കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, മുസ്ലിം ലീഗിന്റെ MLA ആയ ഫാത്തിമ തഹ്ലിയ പേരാമ്പ്രയിലെ ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നിലവിളക്ക് കൊളുത്തിയതോടുകൂടി ഇവരുടെ മതബോധം മുഴുവൻ തകർന്നു വീഴുന്നു. ഇവരുടെ ദൈവങ്ങൾ കോപിക്കുന്നു. അയ്യോ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് മതവിരുദ്ധമാണ്, നിങ്ങൾ മതത്തിന് പുറത്തേക്കാണ് പോകുന്നത്, നിലവിളക്ക് കൊളുത്തിയാൽ അത് അനിസ്ലാമികമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ് നിലവിളക്ക് കൊളുത്തൽ എന്ന് പറയുന്നു ഒരു സംഘം ഇസ്ലാമിക പണ്ഡിതർ എന്ന് വേഷം കെട്ടിയ ചിലർ. അതിലെ ആദ്യത്തെയാൾ സമസ്ത നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസിയാണ്. അദ്ദേഹത്തിന്റെ വാദങ്ങൾ കേട്ടാൽ ഈ AI കാലത്ത് നമുക്ക് തമാശയായിട്ട് തോന്നും, ചിരിക്കാൻ തോന്നും. പക്ഷേ ചിരിക്കാൻ പറ്റുന്നില്ല. കാരണം ലീഗാണ് അധികാരത്തിൽ. ലീഗ് പിടിമുറുക്കിയിരിക്കുന്നു. മത തീവ്രവാദികളെ സംരക്ഷിക്കാൻ അവർ നിശബ്ദമായിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു. അബ്ദുൽ ഹമീദ് ഫൈസി പറയുന്നത് ഇസ്ലാം വിരുദ്ധ ആചാരങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള, നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള നിലവിളക്ക് കൊളുത്താൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്നാണ് സമസ്ത നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ പരസ്യമായിട്ടുള്ള വെല്ലുവിളി. അങ്ങനെയുള്ളവർ മതത്തിന് പുറത്തേക്കാണ് പോകുന്നത് എന്നും അദ്ദേഹം പറയുന്നു. എന്ന് മാത്രമല്ല, ഇങ്ങനെ അനിസ്ലാമികമായ ആചാരങ്ങൾ, നിലവിളക്ക് കൊളുത്തുന്ന ആചാരങ്ങളെ തടയേണ്ടവർ മൗനം പാലിക്കുന്നു എന്ന് അദ്ദേഹം രോഷം കൊള്ളുകയും ചെയ്യുന്നു. അതായത് ലീഗ് നേതാക്കൾ മൗനം പാലിക്കുന്നു. ഇത്രയും വലിയ ഒരു ക്രിമിനൽ കുറ്റം ഇസ്ലാമിന്റെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ അത് ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. അതൊരു മതവിരുദ്ധമായിട്ടുള്ള നടപടിയായിട്ടാണ് അവർ അതിനെ കൈകാര്യം ചെയ്യുന്നത്. നിലവിളക്ക് കൊളുത്തുന്നത്, ഒരു നിലവിളക്ക് കൊളുത്തിയാൽ തകർന്നു പോകുന്ന ഈ തീവ്രവാദികളുടെ മനസ്ഥിതി എന്തു ഭീകരമാണ്. നേരത്തെയും ഇതുപോലൊരു നിലവിളക്ക് കൊളുത്തൽ വിവാദമുണ്ടായിരുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് 10 വർഷം മുൻപ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന PK അബ്ദുറബ്ബ് ഒരു ചടങ്ങിൽ വെച്ച് നിലവിളക്ക് കൊളുത്താൻ തയ്യാറായില്ല. അന്ന് മമ്മൂട്ടി ഒരു തിരി കൊളുത്തിയതിനു ശേഷം ആ വിളക്ക് അബ്ദുറബ്ബിന് കൈമാറി അടുത്ത തിരി കൊളുത്താൻ സദസ്സെല്ലാവരും പ്രതീക്ഷിച്ചു. കേരളമാകെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ചടങ്ങിൽ അബ്ദുറബ്ബ് മമ്മൂട്ടിയുടെ കയ്യിൽ നിന്നും ആ നിലവിളക്ക് ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല. അദ്ദേഹം തിരി കൊളുത്തിയതുമില്ല. തൻ്റെ മതവിശ്വാസത്തിന് എതിരാണ് അത്തരമൊരു നിലവിളക്ക് കൊളുത്തലെന്നായിരുന്നു അബ്ദുറബ്ബിന്റെ നിലപാട്. ലീഗിന്റെ നിലപാട് അത് തന്നെയാണ്. നമ്മൾ പരമ്പരാഗതമായി ആചരിച്ചു വരുന്ന ഒരു ചടങ്ങാണ്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങാണ് നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത്. മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് ഈ നിലവിളക്ക് ഹറാമായി മാറുന്നത്? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ലീഗ് ഇതിനെ വലിയ ഒരു രാഷ്ട്രീയ പ്രശ്നമായി, ഒരു രാഷ്ട്രീയ മതപ്രശ്നമായി കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കീർണമായിട്ടുള്ള പ്രശ്നം. മതമാണ് പ്രശ്നം എന്ന് പറയുന്ന KN ഷാജിയാണ് കേരളത്തിൽ ഭരിക്കുന്നത് എന്ന് ഓർക്കണം. അദ്ദേഹം മന്ത്രിയാണെന്ന് ഓർക്കണം. അത്തരം തീവ്ര നിലപാടുള്ള മുസ്ലിം ലീഗുകാർ ഭരിക്കുമ്പോഴാണ് നിലവിളക്ക് ഹറാമാകുന്നത്. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള നിലവിളക്ക് ഹറാമാകുന്നത് അവിടെയാണ്. ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തുമ്പോൾ തകർന്നു പോകുന്നതാണ് ഇസ്ലാമെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? അങ്ങനെ ഭയപ്പെടുന്ന ആളാണ് അബ്ദുൾ റബ്ബ് അടക്കമുള്ള, ഇപ്പോൾ KM ഷാജി അടക്കമുള്ളവർ എന്ന് പറയേണ്ടി വരുന്നു. അദ്ദേഹമാണ് മതം മാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നത് ഷാജിയാണ്. ഇവിടുത്തെ വിശപ്പല്ല പ്രശ്നം, ഇവിടുത്തെ റോഡല്ല പ്രശ്നം, ഇവിടുത്തെ വിദ്യാലയങ്ങളല്ല പ്രശ്നം, മതമാണ് ഷാജിക്ക് പ്രശ്നം. ആ ഷാജിയാണ് മുസ്ലിം ലീഗിന്റെ പേരിൽ അധികാരത്തിലിരിക്കുന്നത്. ആ ഷാജിയുടെ മനസ്ഥിതി ഉള്ളവരാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത്. ലീഗ് നേതാക്കൾ എല്ലാവരും തന്നെ, അവരൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് ചിരിച്ചു കാണിച്ച് മതേതരത്വം പറയുന്നെങ്കിലും അവരുടെ വേഷത്തിലടക്കം അത് ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ പാരമ്പര്യവുമായി, നമ്മുടെ സംസ്കാരവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വേഷഭൂഷാദികളാണ് അവർ ഇട്ടുകൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മുടെ മതേതര പാരമ്പര്യത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്ന രീതിയിൽ ലീഗിന്റെ ഭരണത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് ഇത്തരം ലീഗിന്റെ കാട്ടറബി സംസ്കാരം അടിച്ചേൽപ്പിക്കുമ്പോൾ മൗനം പാലിച്ചു നിൽക്കുന്നത് അങ്ങേയറ്റത്ത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു.
ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സാംസ്കാരിക കേരളത്തിന്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ടാണ് അവർ ഇത്തരം മത തീവ്രവാദികളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ പോകുന്നത്. തീർന്നില്ല, മറ്റൊരു പ്രശ്നം കൂടി. ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാമിക ജിമ്മ് വരുന്നു. കേട്ട് കേൾവി പോലുമില്ല, ഇന്ത്യയിൽ ഒരാൾക്ക് പോലും കേട്ട് കേൾവി പോലുമില്ല ഇസ്ലാമിക ജിമ്മ്. ലോകത്തൊരു പക്ഷേ കേട്ട് കേൾവി പോലും ഉണ്ടാവില്ല. കേരളത്തിൽ ഇതാ ഇസ്ലാമിക ജിം വരുന്നു. ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും പ്രധാന വാർത്തയായി കൊടുത്തതാണ് ഇസ്ലാമിക ജിമ്മ്. പാലക്കാട് തണ്ണീർപന്തൽ സ്വദേശി നവാസ് മുത്തുവാണ് ഇസ്ലാമിക ജിമ്മ് പ്രഖ്യാപിച്ചത്. നവാസ് മുത്തു നേരത്തെ ജിം നടത്തുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഇസ്ലാമിക ജിമ്മുമായി വരുന്നത്? മുസ്ലിം ലീഗിന്റെ അധികാരത്തിന്റെ പിൻബലത്തിലാണ് ഈ നവാസ് മുത്തുമാർ അഴിഞ്ഞാടുന്നത്. അയാൾ പറയുന്നത്, ഞാൻ ഒരു ജിമ്മ് പരിവർത്തനപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? ഇസ്ലാമിക നിയമങ്ങൾക്ക് വേണ്ടി. പുരുഷന്മാർക്ക് ഒരു സമയം, സ്ത്രീകൾക്ക് ഒരു സമയം അവിടെ പർദ്ദയിട്ടുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് സ്ത്രീകൾ വ്യായാമം ചെയ്താൽ മതി. പുരുഷന്മാരും അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും ഇടകലർന്ന് വ്യായാമം ചെയ്യുന്നത് അനിസ്ലാമികമാണ്. പാട്ട് കേൾക്കുന്നത് അനിസ്ലാമികമാണ്. ജിമ്മിൽ പാട്ട് വെക്കാറുണ്ട്, ജിമ്മിൽ മ്യൂസിക് ഇടാറുണ്ട്. മ്യൂസിക് എന്ന് പറയുന്നത് അനിസ്ലാമികമാണ്. അതുകൊണ്ട് ഇത്തരം അനിസ്ലാമിക കാര്യങ്ങൾ കേരളത്തിൽ അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടുമായിട്ടാണ് ഈ നവാസ് മുത്തു കഴിഞ്ഞ ദിവസം ഇസ്ലാമിക ജിമ്മ്, നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത തരത്തിലുള്ള മത തീവ്രവാദികളുടെ അജണ്ടകൾ കേരളത്തിലേക്ക് നടപ്പിലാക്കി തുടങ്ങുന്നു. അതിൻ്റെ സൂചകങ്ങളാണ് തുടക്കത്തിൽ തന്നെ ഫാത്തിമ തെഹ്ലിയുടെ ഈ ഒരു നിലവിളക്ക് കുളത്തിനെതിരായിട്ട് മത നേതാക്കൾ ഒരുമിച്ച് സംഘടിച്ചു വന്നുകൊണ്ട് ഇത് അനിസ്ലാമികമാണ്, ഇതിനെ തിരുത്തേണ്ടവർ തിരുത്താതെ നിശബ്ദരായി നിൽക്കുന്നു എന്ന് ലീഗിനെതിരായി പരോക്ഷമായി ആക്ഷേപം ഉന്നയിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഇസ്ലാമിക ജിമ്മുമായി നവാസ് മുത്തുമാർ കേരളത്തിന്റെ മതേതരത്തിന്റെ നെഞ്ചിൽ അഴിഞ്ഞാടുകയാണ്. ആരാണ് തടഞ്ഞാൽ ഉടനെ മതത്തെ തൊട്ടു കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ കലാപകാരികൾ ആക്രമണം തുടങ്ങി വെക്കും. അല്ലെങ്കിൽ ഇത്തരം അക്രമാസക്തമായിട്ടുള്ള ഒരു രീതിയിലേക്ക്, ഒരു പശ്ചാത്തലത്തിലേക്ക് ഇവർ മാറാനും മതി. അതുകൊണ്ട് ഇതിനെല്ലാം നിശബ്ദമായി സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മതേതര ജനത. അവർക്ക് ഇത് അത്ഭുതമാണ്. ഒരു നിലവിളക്ക് കൊളുത്തിയാൽ എന്താണ് പ്രശ്നം? നമ്മുടെ പരമ്പരാഗതമായി ആചരിച്ചു വരുന്ന ഒരു സമ്പ്രദായമാണ് നിലവിളക്ക് കൊളുത്തൽ. മമ്മൂട്ടിക്ക് കൊളുത്താമെങ്കിൽ, ഫാത്തിമ തസ്ലിയയ്ക്ക് കൊളുത്താമെങ്കിൽ എന്തുകൊണ്ടാണ് അബ്ദുൾ റബ്ബിന് കൊളുത്താൻ കഴിയാത്തത്? ഇനി KM ഷാജി കൊളുത്തുമോ നിലവിളക്ക്? നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം അയാൾ ഒരുപാട് പരിപാടികൾ പങ്കെടുക്കേണ്ട മന്ത്രിയാണ്. PK കുഞ്ഞാലിക്കുട്ടി നിലവിളക്ക് കൊളുത്തുമോ? കണ്ടറിയണം. അവർ ഒന്നും നിലവിളക്ക് കൊളുത്താൻ തയ്യാറാകാൻ സാധ്യതയില്ല. അത് നമുക്ക് നൽകുന്ന സൂചന അപകടകരമായിട്ടുള്ള സൂചനയാണ്. കാരണം ഇവർ അധികാരത്തിൽ വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള കാട്ടറബികളുടെ നിയമങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതും അതിനെ മുഖ്യധാരയിൽ ചർച്ചയാക്കി നിർത്തുന്നതും. കാരണം മുസ്ലിങ്ങളെ സംഘടിപ്പിച്ച് ഒറ്റക്കെട്ടായി നിർത്തുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ മുസ്ലിങ്ങളെ സംഘടിപ്പിക്കുക എന്നുള്ള കൃത്യമായ അജണ്ട ഇതിന് പിന്നിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയുണ്ട്. ഇത്തവണ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്തത് മുഖ്യമന്ത്രി VD സതീശനാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മുദ്രാവാക്യം നമുക്കറിയാമല്ലോ, മദൂദിയുടെ മുദ്രാവാക്യം നമുക്കറിയാമല്ലോ. ആ ജമാഅത്തെ ഇസ്ലാമിയാണ് സതീശന് പിന്തുണ കൊടുത്തത്. ആ സതീശനാണ് മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പോലും മിണ്ടാൻ കഴിയുന്നില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നം, ഈ പ്രശ്നങ്ങളെ മുഴുവൻ സംഘപരിവാറുകാർ രാഷ്ട്രീയമായി ആളിക്കത്തിക്കും എന്നുള്ളതാണ്. സംഘപരിവാർ ഈ ഇത്തരം പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവരും അവിടെ ഹിന്ദു ധ്രുവീകരണത്തിന് ശ്രമിക്കും. കാരണം കഴിഞ്ഞ തവണ PK അബ്ദുൾ റബ്ബ് നിലവിളക്ക് കൊളുത്താത്തപ്പോൾ അന്ന് സംഘപരിവാർ ഇവിടെ അത്തരം ഒരു ധ്രുവീകരണത്തിന് ശ്രമിച്ചതിന്റെ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. നമ്മളത് മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് തന്നെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇത്തരം ഈ കാട്ടറബി നിയമങ്ങൾ ഈ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി ഒരു സംഘം മത തീവ്രവാദികൾ കേരളത്തിലേക്ക് നടപ്പിലാക്കുമ്പോൾ, കേരളത്തിന്റെ മതേതര സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതം, അപ്പുറത്ത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇതിനെതിരായി രംഗത്ത് വരികയും കേരളത്തെ രണ്ടായി വെട്ടിക്കീറുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായ ഫലം. നമ്മൾ ഇതുവരെ കഴിഞ്ഞിരുന്നത് മതേതരമായിട്ടാണ്, നമ്മൾ ഒരു മനസ്സായിട്ടാണ് കഴിഞ്ഞത്. പക്ഷേ ലീഗ് അധികാരത്തിൽ എപ്പോഴൊക്കെ എത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള കാട്ടറബിയുടെ നിയമം നമ്മൾ പരിഷ്കൃതരായിട്ടുള്ള കേരളീയന്റെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു, അവന്റെ ബുദ്ധിയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. അവൻ നിശബ്ദനായി സാക്ഷിയായി നിൽക്കാൻ മാത്രമേ ഒരു ശരാശരി മതേതരവാദിയായിട്ടുള്ള കേരളീയന് കഴിയുകയുള്ളൂ. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.